പല ആളുകളും വിചാരിക്കും എനിക്ക് എഞ്ചിനീയറിംഗിനും പോകണ്ട മെഡിസിനും പോകണ്ട. അപ്പൊ ഈ എൻട്രൻസ് എന്ന് പറഞ്ഞാല് എഞ്ചിനീയറിംഗും മെഡിസിനും ഉള്ളവർക്കുള്ളതല്ലേ. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ +2 കഴിഞ്ഞിട്ട് നല്ലൊരു കോളേജിൽ കിട്ടണമെങ്കിൽ എല്ലാത്തിനും എൻട്രൻസ് ഉണ്ട്. ഇനോമസ് ആൻഡ് വാസ്റ്റ് ഏരിയ ആണ് സയൻസ് ആഗ്രഹിക്കുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത് എന്നുള്ളൊരു റിയാലിറ്റി. IIT-കൾ പ്രിഡോമിനന്റ്ലി എഞ്ചിനീയറിംഗ് കോളേജുകളാണെങ്കിലും അവിടെ സയൻസും മാത്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എത്തിപ്പെടേണ്ട ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് IIT ആണ്. ഈ നെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ കുട്ടികളുടെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും അവരുടെ ലൈഫിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹായ് മകളെ, അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു സെഷനിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങൾക്ക് ഈ പ്രൈമിൽ 4 പേരെ കാണാൻ പറ്റും. എല്ലാവരും പരിചയപ്പെട്ടവരാണ്. ഇപ്പൊ നിങ്ങൾ കൂടുതൽ പരിചയപ്പെട്ട 2 പേരെയും ഭാവിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെടാൻ പോകുന്ന 2 പേരുമാണ് നമ്മുടെ മുന്നിലുള്ളത്. മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഇക്ബാൽ സാറാണ്. IIT മദ്രാസിൽ നിന്നും മെഡലിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇക്ബാൽ സാറാണ് നമ്മുടെ ജെയുടെ HOD എന്ന് ഞങ്ങൾ അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്ന. ആദ്യമായിട്ട് നമ്മൾ ആ ഇക്ബാൽ സാറെ ക്ഷണിക്കുകയാണ്. രണ്ടാമതായിട്ട് ഒരു NIT-കാരി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട നുസ്രത്ത് മാം ആണ്. കെമിസ്ട്രി ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഭാവിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന ഈ 2 മുഖങ്ങളെ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നുമല്ല, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും കിട്ടാതെ പോയ കുറെ കാര്യങ്ങളുണ്ട്. അത് ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സോ പ്രിറ്റി മാമിനെ നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് ഇവരെ കുഴപ്പിക്കണം. അപ്പൊ അവർ തരുന്ന മറുപടികളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്ന മറുപടികൾ കൂടിയായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്കും ഇത് ഉപകാരപ്പെടും. സോ ഞാൻ ആദ്യം തന്നെ നമ്മുടെ പ്രിറ്റി മാമിനെ ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഷാഹിദ് സാറ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഇപ്പൊ കരിയറിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇനി +1 +2ലേക്ക് കയറുന്ന സമയത്ത് ഏത് കോഴ്സ് എടുക്കണം, ഇനിയുള്ള സ്കോപ്പ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള പലതരത്തിലുള്ള ഡൗട്ട് അവർക്ക് ഉണ്ടാകും. ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനും അവർക്കുള്ള കുറച്ച് സംശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ കുട്ടികളിൽ നിന്ന് തന്നെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരാൻ പറ്റിയ 2 ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇപ്പം ആദ്യത്തെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന നിലയിൽ അവർക്ക് ഒന്നും അറിയത്തില്ല, അവർ പ്ലെയിൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം പലരും പറഞ്ഞു കേട്ട അറിവുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ കസിൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ പഠിച്ച അവരിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകും. അപ്പൊ 10ാം ക്ലാസ് എന്ന കുട്ടി എന്ന നിലയിൽ ഇനി +1 +2ലേക്ക് സയൻസ് എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്തായിരിക്കും സാറ് പറയാ? നമ്മള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ നോക്കിക്കഴിഞ്ഞാല് പല കുട്ടികൾക്കും സയൻസ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമായിരിക്കും. അതിലുള്ള ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുറ്റും നമ്മൾ കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ കാണുന്ന ടെക്നോളജി, നമ്മൾ ഡേ ടു ഡേ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഈ സയൻസിൻ്റെ തന്നെ ഡിറൈവ്ഡ് സാധനമാണ് ടെക്നോളജി. ഇതിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇനി നമ്മളെ ലൈഫ് ഡേ ടു ഡേ എളുപ്പമാക്കുന്ന ഒരു സാധനം സയൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണക്കൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമ്മളെ കുട്ടികൾ +2 എല്ലാം കഴിഞ്ഞ് പിന്നെ കോളേജ് എല്ലാം കഴിഞ്ഞ് ജോലിയിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാകുന്ന മേഖല എന്തായാലും സയൻസും അതിൻ്റെ അനുബന്ധ മേഖലയാണ്. അതിനെ STEM എന്നാണ് പറയുക നമ്മൾ, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്. സയൻസും സയൻസിൻ്റെ റിലേറ്റഡ് ഏരിയാസും. അപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി ഉണ്ടാകുന്നത് സയൻസിലാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സൈറ്റിംഗ് ആയുള്ള ഓപ്പർച്യൂണിറ്റീസ് സയൻസിൽ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സയൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഡേ ടു ഡേ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ തന്നെ എക്സൈറ്റിംഗ് ആയുള്ള അതിൽ പാർട്ടാവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവരെ കാത്തിരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോ എനിക്ക് ചെറിയ ഡൗട്ട് വന്നോളൂ. ഡൗട്ടല്ല, അതായത് സയൻസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഒക്കെ ഉണ്ട്. അപ്പൊ ഇതില് ചില കുട്ടികൾക്ക് മാത്സിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, എന്നാൽ അതേ സമയത്ത് ചില കുട്ടികൾക്ക് നേരെ തിരിച്ചുമായിരിക്കും. അപ്പോൾ സയൻസിൽ തന്നെ പല മേഖലകൾ ഇതേപോലെ നമ്മൾ അൾട്ടിമേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ജോലി കിട്ടുക, അത്യാവശ്യം നല്ല സാലറി വാങ്ങുക എന്നത് തന്നെയാണ് ഏതൊരു പാരന്റും ആഗ്രഹിക്കുന്ന, ഒരു കുട്ടി എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ മാത്സ് ഇഷ്ടമുള്ള ആളുകൾക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും മികച്ച മേഖലകൾ ഈ സയൻസ് മേഖലയിൽ ഏതാണ്? സയൻസ്, മാത്സ് ഒക്കെ ഇപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഓവറോൾ വ്യൂ ആണ് ഉണ്ടാവുക. ഒരു സ്പെഷ്യലൈസേഷൻ കാര്യങ്ങളൊന്നും അവർ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ സയൻസ്, മാത്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് 2 ടൈപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകാം. അപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകളായിട്ട് നമ്മൾ ഏറ്റവും പോപ്പുലർ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ മെഡിസിനുമാണ്. ഈ 2 ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും പ്രൊഫഷണൽ ഉള്ളത്. ഇനി സപ്പോസ് ഒരാൾക്ക് പ്രൊഫഷണൽ കോഴ്സിന് പോകണ്ടെന്ന് വിചാരിച്ചോ, പ്രൊഫഷണൽ കോഴ്സിന് പോകണ്ട, എനിക്ക് എഞ്ചിനീയർ ആവണ്ട അല്ലെങ്കിൽ ഡോക്ടർ ആവണ്ട, അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അവർ ഈ സയൻസ് എല്ലാം പഠിപ്പിക്കുന്ന ഒരു ഹൈ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താനാണ് പറയാം. ഇപ്പോൾ ഹൈ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ IIT-കൾ പ്രിഡോമിനന്റ്ലി എഞ്ചിനീയറിംഗ് കോളേജുകളാണെങ്കിലും
അവിടെ സയൻസും മാത്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എത്തിപ്പെടേണ്ട ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് IIT ആണ്. അതുപോലെ IAS ഉണ്ട്, ഐസറുകളുണ്ട്, ആൻഡ് അതേപോലെ തന്നെ ഒരുപാട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു കോഴ്സൊക്കെ തിരഞ്ഞെടുത്തെങ്കിലും പിന്നീട് നമ്മുടെ റിയൽ പാഷൻ എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ക്യാമ്പസ് തരും. ഇപ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ഏരിയയിലേക്ക് പോകണമെന്നൊന്നും നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റിന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു കോളേജ് തിരഞ്ഞെടുക്കാം, ഏറ്റവും നല്ല ക്യാമ്പസിൽ പോവാം. അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ട്രൂ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും പിന്നെ എന്ത് ചെയ്യാം, പിന്നീട് ഹയർ സ്റ്റഡീസിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാനും അല്ലെങ്കിൽ ആക്ച്വൽ നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാനൊക്കെ പറ്റും. ശരിക്കും ഇങ്ങനെയുള്ള ഈ ഏറ്റവും നല്ല ക്യാമ്പസ് എന്ന് സാറ് പറയുന്നതിന് നമ്മൾ നോർമലി പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജുകൾ സാറ് പറഞ്ഞ IITs, NITs, IASC, ഐസർ, നൈസർ, പിന്നെ മാത്സിന്റെ കേസിൽ ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ചെന്നൈ മാത്തമെറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അപ്പൊ അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഒരു സയൻസ് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി എപ്പോഴും ചെയ്യാനുള്ളത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ആദ്യത്തെ പടി. അതിനുശേഷമാണ് നമ്മൾ ഏത് ഫീൽഡ് എടുക്കണം എന്നുള്ളതിലേക്ക് കുട്ടികൾ മാറേണ്ടത്. ഈ ഉത്തരത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് മിസ് തരട്ടോ. മിസ് പറഞ്ഞ സമയത്താണ് ഞാനും ഇങ്ങനെ ആലോചിക്കുന്നത്. ഞാൻ സാധാരണ കോളേജിൽ പഠിച്ച ഒരു ഗവൺമെന്റ് കോളേജാണ്, കേരളത്തിലുള്ള കോഴിക്കോട് ജില്ലയിലുള്ള മൊകേരി ഗവൺമെന്റ് കോളേജാണ്. അവിടെ ഇന്നേ വരെ ഒരു സ്ഥാപനവും നമുക്കൊരു ഇന്റർവ്യൂ എടുക്കാനോ അല്ലെങ്കിൽ അവസരങ്ങളായിട്ട് ഒരു സ്ഥാപനം വന്നിട്ടില്ല. ഭൂരിപക്ഷം നമ്മുടെ കേരളത്തിലുള്ള മറ്റു പല സ്ഥാപനങ്ങളുടെ ആ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും. ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഇന്റർനാഷണൽ ലെവലിലെ കമ്പനികൾ നേരിട്ട് അവിടേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഇതുപോലത്തെ സ്ഥാപനങ്ങൾ എന്താണ്, അവിടെ പഠിച്ചാലുള്ള ബെനിഫിറ്റ് എന്താണ്, അവിടെ നിങ്ങൾ എത്തിച്ചേരാൻ ഏതൊക്കെ വഴികളിലൂടെയാണ് പോകേണ്ടത് എന്നുകൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ. ഞങ്ങളൊന്നും പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ ആളുകൾ കുറവാണ്, ഉണ്ടാവിരിക്കാം, പക്ഷെ നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ആ അവസരം ഉണ്ട്, അത് നിങ്ങൾ യൂസ് ചെയ്യുക. വീഡിയോ മുഴുവനും കാണുക കേട്ടോ. മിസ്, അടുത്തൊരു ചോദ്യം. ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം IIT-യിലും NIT-യിലും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള പ്ലേസ്മെന്റുകൾ വരുന്നു, പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ എങ്ങനെ ഇവിടെ എത്തും, എന്ത് എക്സാം ആണ് എഴുതേണ്ടത്. ഇനി ഇവരാകെ കേൾക്കുന്നത് ചിലപ്പോൾ നീറ്റ് JEE പോലത്തെ എക്സാംസ് മാത്രമായിരിക്കും. പക്ഷെ അതിൽ കൂടുതൽ കുറേ എക്സാംസുകൾ ഇപ്പം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്നും ഇവർക്ക് അറിയത്തില്ല. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള എക്സാംസുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള എൻട്രൻസ് എക്സാം എഴുതിയാലാണ് നമുക്ക് വിവിധ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലഭിക്കുന്നത്, ഈ പറഞ്ഞിട്ടുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എത്താൻ പറ്റുന്നത്? NS മാം ഒന്ന് പറയാമോ? നമ്മൾ അതില് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം സാറ് പറഞ്ഞതിൽ ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന 2 കോഴ്സസ് ആണ് നമ്മൾ ഈ പറഞ്ഞ മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് കോഴ്സസ്. അതിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനാരിയോ ആണ് നീറ്റ് എന്ന എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാലാണ് നമുക്ക് ഇന്ത്യയിലെ മെഡിക്കൽ കോഴ്സിന് അഡ്മിഷൻ കിട്ടുള്ളൂ. അതേപോലെ ഇപ്പൊ IITs-ലൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ JEE എന്ന് പറയുന്ന ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. അത് തന്നെ 2 ഘട്ടമായിട്ട് എഴുതണം. ഫസ്റ്റ് ഫേസ് എഴുതണം, അതിൽ നിന്ന് സെലക്ട് ആയിട്ട് കിട്ടുന്ന ഒരു ക്രീം ലെയേഴ്സിനെ വീണ്ടും ഒരു അഡ്വാൻസ്ഡ് എക്സാം എഴുതിയിട്ടാണ് IITs-ലേക്ക് എത്തുന്നത്. അപ്പൊ അത്രയും എക്സ്പോഷേഴ്സ് കിട്ടാൻ പോകുന്ന ക്യാമ്പസുകളാണ് ഇവരെല്ലാം. ഇതിന് പുറമെ നമ്മൾ പലപ്പോഴും അറിയാത്തതായിട്ട് നേരത്തെ സാറ് പറഞ്ഞു, ഇപ്പൊ IASC-ലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാൻ അത് JEE അഡ്വാൻസ്ഡ് ത്രൂ ആണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. ഇപ്പൊ ഐസറിലേക്ക് അഡ്മിഷൻ നേടാൻ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് IAT എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. ഇതുകൂടാതെ ഇപ്പൊ റീസെന്റ് ആയി നമ്മുടെ തന്നെ +2-ൽ ഒരുപാട് കുട്ടികൾ എപ്പോഴും എഴുതുന്ന NDA എക്സാം, നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള NDA എക്സാമുകളുണ്ട്. അത് +2-ന്റെ കൂടെ തന്നെ എഴുതി കുട്ടികൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആ ഫസ്റ്റ് ഹാഫിൽ തന്നെ ആ എക്സാം എഴുതി അത് ക്വാളിഫൈ ചെയ്യാം. അപ്പൊ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഫസ്റ്റിൽ തന്നെ അത് നാഷണൽ ഡിഫൻസ് അക്കാദമി, ഇപ്പൊ ഇന്ത്യൻ നേവി ആംഡ് ഫോഴ്സിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന എൻട്രൻസ് എക്സാം ആണ് NDA എക്സാം എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ തന്നെ ക്വിസാറ്റ് ഇപ്പൊ പറഞ്ഞ അതെ, അതിന് പുറമെ തന്നെ നമുക്ക് ഒരുപാട്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നൈസറിലേക്ക് അഡ്മിഷൻ കിട്ടാൻ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അത് നമുക്ക് പരിചയമുള്ള സൈലം നെസ്റ്റ് എന്നുള്ളത് അതിന്റെ ഒരു സബ് ഡിവിഷൻ ആയിട്ട് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പൊ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം മൊത്തത്തില് ഇനിയിപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ CUET, സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എഴുതണം. ഇപ്പൊ +2-ന് ശേഷം ഒരു എൻട്രൻസ് പരീക്ഷ എഴുതാതെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള പ്രവേശനം സാധ്യമല്ല. അതാണ് അതിന്റെ റിയാലിറ്റി. അത് നമ്മുടെ നാട്ടിലുള്ള ഒരു മിസ്കോൺസെപ്ഷനാണ്. പല ആളുകളും വിചാരിക്കും എനിക്ക് എഞ്ചിനീയറിംഗിനും പോകണ്ട, മെഡിസിനും പോകണ്ട. അപ്പൊ ഈ എൻട്രൻസ് എന്ന് പറഞ്ഞാല് എഞ്ചിനീയറിംഗും മെഡിസിനും ഉള്ളവർക്കുള്ളതല്ലേ. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ +2 കഴിഞ്ഞിട്ട് നല്ലൊരു കോളേജിൽ കിട്ടണമെങ്കിൽ എല്ലാത്തിനും എൻട്രൻസ് ഉണ്ട്, എന്തിനും എൻട്രൻസ് ആണ്. അപ്പൊ +2 കഴിഞ്ഞിട്ട് എന്തൊരു നല്ല കോളേജിൽ കിട്ടണമെങ്കിൽ അതിൻ്റെതായുള്ള എൻട്രൻസ് ഉണ്ടാവും. അത് പല എൻട്രൻസ് ആണെങ്കിലും യാഥാർത്ഥ്യം പറഞ്ഞാല് നമ്മളുടെ +1 +2-ലെ സിലബസ് തന്നെയാണ് ഈ എൻട്രൻസിന്റെ ഒക്കെ സിലബസ്. അതായത്
മോറോർലെസ് എല്ലാ എൻട്രൻസ് പരീക്ഷകൾക്കും എന്താണ് സെയിം സിലബസ് തന്നെ ഉണ്ടാവും, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. ഇതിൽ സാറ് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർമ്മ, അതായത് ഒരു കുട്ടി കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ പോരാ, ആ കോൺസെപ്റ്റ് എത്രത്തോളം ക്രിസ്പ് ആയിട്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും കൂടി ഒരു അപ്ലിക്കബിൾ ലെവലും കൂടി ആ കുട്ടി എന്താ ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു സബ്ജക്റ്റീവ് എക്സാമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന, വാരി വലിച്ചെഴുതുന്ന നമ്മൾ പണ്ട് തന്നെ ശീലിച്ചു വരുന്നത് അത് തന്നെയാണ്. ആനുവൽ എക്സാം അല്ലെങ്കിൽ നമ്മളിപ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ആ ഒരു ബോർഡ് എക്സാമിന് വേണ്ടി മാത്രമുള്ള പ്രിപ്പറേഷൻ. ഞാൻ അതിലേക്കാണ് വരാൻ പോകുന്നത്. ഇപ്പം ഓൾറെഡി നിങ്ങൾ NIT IIT പഠിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ അവിടേക്ക് കുട്ടികളെ എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഫാക്കൽറ്റീസ് ആണ്, നമ്മുടെ സൈലത്തിലെ ഏറ്റവും എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് ഇവർ രണ്ടുപേരും. അപ്പൊ ഈ കുട്ടികൾ പോകുന്ന സ്ട്രഗിൾസും അവർ പോകുന്ന വഴികളും നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന നിലയിൽ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ് ഇപ്പൊ +1 +2 കൂടെ പഠിക്കണോ, അതോ നേരത്തെ ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങണോ? എന്താണ് ഇതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ? അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഇതിൽ എഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ മനസ്സിലാക്കാത്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മളെ നാട്ടിലുള്ള വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത്രയും കൂടി ജനങ്ങളുണ്ട്, അവർക്ക് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റുകളേ ഉണ്ടാവുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ IIT-ലും NIT-ലും കൂടെ ഒരു 60,000 സീറ്റ് ഉണ്ടാവും, പക്ഷേ 15 ലക്ഷം ആസ്പിരൻസ് ഉണ്ടാവും. അതുപോലെ നീറ്റിലായാലും കുവൈറ്റിലായാലും ഒക്കെ അത്രയും നമ്പർ ഓഫ് എന്താ പറയുക ആസ്പിരൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിന് നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. സിലബസ് അപ്പോഴും എന്താണ് നമ്മുടെ +1 +2 സിലബസ് തന്നെയാണ്. +1 +2 സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ബോർഡ് എക്സാമിനെ പോലെ അല്ലാത്ത വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സാമാണ്. അപ്പോൾ കോമ്പറ്റീഷൻ ഇവിടുത്തെ വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ നമ്മൾ ബീറ്റ് ചെയ്യണമെങ്കിൽ 2 കാര്യമുണ്ട്. ഒന്ന്, അതിന് നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങണം. നമ്മുടെ നാട്ടിൽ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ലേറ്റ് ആയിട്ടാവും തുടങ്ങണ്ടാവുക. +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാമെന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു കോച്ചിങ് സംവിധാനത്തിൽ കൂടെ, അത് ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും +1 +2 കൂടെ സ്കൂളിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഇൻ്റഗ്രേറ്റർ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു സിസ്റ്റത്തിലൂടെ പോകുന്നതാണ്. ഇവിടെ തന്നെ എൻട്രൻസ് എക്സാം പോകാനാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. അപ്പോൾ അവർക്കത് സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നേക്കാളും ഉപരി നമ്മൾ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ആ പ്രിപ്പറേഷൻ ഓവർ എ ലോങ് ഡ്യൂറേഷൻ ആവുമ്പോൾ എന്താണ് നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം കൊണ്ടുപോകാൻ പറ്റും. ഇനി ഈ ഒരു എക്സാം പാറ്റേണെ പറ്റി ഇപ്പൊ സാർ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ബോർഡ് എക്സാം പാറ്റേൺ അല്ല, ഒരു ആനുവൽ എക്സാം പാറ്റേൺ അല്ല. കുട്ടികൾ ഡിസ്കസ് ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാം ആണ്. പക്ഷേ എൻട്രൻസ് എക്സാം പോലത്തെ ബാക്കിയുള്ള ഏതൊരു എൻട്രൻസ് എക്സാം എടുത്താലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ള എക്സാം പ്രിപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സാർ? ഇപ്പൊ നമ്മളിതില് പ്രിപ്പറേഷൻസിൽ ഇപ്പൊ സാർ പറഞ്ഞ 2 പോയിന്റ്, ഒന്ന് സ്റ്റാർട്ട് അറ്റ് ദി ഏർലിയസ്റ്റ്, എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ നമ്മൾ ചെയ്യാന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അത് എസ്പെഷ്യലി പാരന്റ്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടിയെ 10ാം ക്ലാസ് കഴിയട്ടെ എന്ന് പോലും വിചാരിക്കരുത് എന്നാണ് എന്റെയും സാറിന്റെ ഒക്കെ അഭിപ്രായം. അത് തന്നെയായിരിക്കും. നേരത്തെ എത്രമാത്രം ബേസ് നമുക്ക് സയൻസിൽ കൊടുക്കാൻ പറ്റുമോ അത്രയും ചെയ്യണം. സോ ഈ നേരത്തെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരത്തെ അപ്രൂവ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതില് കോൺസെപ്റ്റ് ഇപ്പൊ സ്കൂളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും തിയറി മാത്രം പഠിച്ചിരുന്നാലും നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിന്ന്, പക്ഷെ അതിന്റെ ഒരു മാത്തമെറ്റിക്കൽ അപ്രോച്ച് ഒക്കെ അല്ലേ മാത്സിന്റെ പ്രാധാന്യം സാറിന് അറിയാതെ അതിന്റെ ഒരു അപ്രോച്ച് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ അനലിറ്റിക്കൽ എബിലിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, മാത്തമെറ്റിക്കൽ സോൾവിങ് എബിലിറ്റി ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റാം. അപ്പൊ ഇതിനു വേണ്ടി കൃത്യമായ പ്രാക്ടീസ് നമുക്ക് നിർബന്ധമാണ്. നിരന്തരമായിട്ട് ഇത്തരം ചോദ്യങ്ങളുടെ എക്സ്പോഷേഴ്സ് ഉണ്ടാവുക, മാക്സിമം ഇതുപോലുള്ള പരീക്ഷകളിലൂടെ നമ്മൾ കടന്നു പോവുക, അത് ടീച്ചേഴ്സിന്റെ കറക്റ്റ് ഗൈഡൻസിലൂടെ മുന്നോട്ടേക്ക് പോവുക, ഇതൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് ഇതിനെ പരിഹരിക്കാനുള്ള വഴി. അല്ലാതെ ഒരു ഷോർട്ട് കട്ട് ഇതിനില്ല എന്നുള്ളതാ. ഇങ്ങനെ ഒരു റെഗുലർ പാറ്റേണിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഈ മാർക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുക. അതായത് എനിക്ക് അറിയാവുന്നത് മാത്രമേ എഴുതേണ്ടതുള്ളൂ, അല്ലാതെ ഗസ് വർക്ക് ഇവിടെ ചെയ്യരുത്. നേരത്തെ പോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല, തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക്. ഇത് നമ്പർ വരെ എഴുതിയാൽ മാർക്ക് കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതില് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കുക എന്നുള്ളത്. നമ്മുടെ ആക്യുറസി ഇംപ്രൂവ് ആവുന്നത് മാക്സിമം ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെയാണ്. ആൻഡ് ദർ ഈസ് നോ അതർ ഷോർട്ട് കട്ട്, അല്ലേ സാർ? അതെ, പല ആളുകളും വിചാരിക്കുന്നത് എൻട്രൻസ് എക്സാമിന് കറക്കി കുത്താണ്. പക്ഷെ അതല്ല, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ലോങ് ഡ്യൂറേഷനിൽ എടുത്ത് ഈ മിസ് പറഞ്ഞ പോലെ ഏറ്റവും നല്ല എക്സ്പെർട്ട് ഫാക്കൽറ്റീൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച് ഈവൻ എക്സാമിന് വേണ്ട കുറെ ഷോർട്ട് കട്ടുകളും ട്രിക്കുകളൊക്കെ ഉൾപ്പെടെ പഠിച്ചിട്ട് പോകേണ്ട സയന്റിഫിക് ആയിട്ടുള്ള ട്രെയിനിങ്ങിൽ കൂടെ കടന്നു പോകേണ്ട ഒരു സംഭവമാണ് ഈ എൻട്രൻസ് എക്സാമും അതിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ടീച്ചേഴ്സ് ഒക്കെ പറയുന്ന സമയത്ത് ഇവർക്ക് എൻട്രൻസ് എക്സാം വലിയ എന്തോ ഒരു ഭീകര സംഭവം തോന്നലുണ്ട്. തീർച്ചയായിട്ടും അത് വലിയൊരു സംഭവം തന്നെ ആയിട്ട് നിങ്ങൾ കാണണം. അതിനെ പുറമെ നിങ്ങൾക്ക് ഒരു മിനിയേച്ചർ ഫോം, അതായത് ഒരു എൻട്രൻസ് എക്സാമിൽ ഏറ്റവും ചെറിയൊരു ഫോർമാറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്
ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് എത്താറുള്ളത് നമുക്കറിയാം നേരത്തെ പറഞ്ഞ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഈ എൻട്രൻസ് എക്സാം ഒരു മിനിയേച്ചർ ഫോർമാറ്റ് ആണ്. നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ എൻട്രൻസ് എക്സാം ഏകദേശം എങ്ങനെ ഉണ്ടാവും എന്നൊരു ധാരണ കിട്ടാൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഏതൊക്കെ ലെവലാണ് ചോദിക്കുക, ഞാൻ പഠിച്ചത് എത്രത്തോളം ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ 10ാം ക്ലാസ്സിലെ ക്ലാസ് റൂമിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്ക് പോലും അടിപതറുന്ന ക്വസ്റ്റ്യൻസുകൾ ആ ചോദ്യ പേപ്പറിൽ ഉണ്ടാവും. പക്ഷെ അതിനെ ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇതുപോലത്തെ ചോദ്യങ്ങൾ പരിചയപ്പെടുക, ഇതുപോലത്തെ എൻട്രൻസ് എക്സാമുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരുന്ന സൈലം തരുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾ അത് കാണണം. മാക്സിമം എക്സാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിലൂടെ നിങ്ങൾ നമ്മുടെ വഴികളിലേക്ക്, ഞങ്ങൾ പറയുന്ന വഴികളിലേക്ക് നിങ്ങൾ പതിയെ എത്തിച്ചേരുകയും വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള കുട്ടികളുടെയും അതുപോലെ തന്നെ പാരന്റ്സിന്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെങ്കിൽ മണി ഇസ് മച്ച് മാറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ പൈസ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണോ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എത്താൻ പലരും ബാക്കൗട്ട് വലിക്കുന്നത് പാരന്റ്സിന്റെ കേസിലാണെങ്കിൽ കുട്ടികൾ ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നത്, എനിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട്, നീറ്റ് എക്സാം എഴുതാൻ താല്പര്യമുണ്ട്, പക്ഷെ വീട്ടിൽ പൈസയുടെ പ്രശ്നമാണെന്നാണ്, എന്ത് ചെയ്യണമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ നെക്സ്റ്റ് എക്സാം ഉണ്ട്, നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കൺസേൺ ഉള്ള പാരന്റ്സിനോടും സ്റ്റുഡൻസിനോടും എന്താണ് സാർ മാം എന്ന് പറയാനുള്ളത്? നീറ്റിന്റെ കേസ് ആണെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് ആഡ് ചെയ്യാം. ഇപ്പം അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും സർവീസ് ചെയ്യാൻ അത്രയും താല്പര്യമുള്ള കുട്ടികളാണ് ഡോക്ടർ ആവണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുക. നമ്മൾ ആ കുട്ടികളുടെ കൂടെ നിൽക്കണം, അവരാണ് നല്ല ഡോക്ടേഴ്സ് ആയിട്ട് മാറുകയുള്ളൂ. അപ്പൊ എപ്പോഴും MBBS പഠിക്കാൻ ഭയങ്കരമായിട്ടുള്ള പൈസ ചെലവുണ്ട് എന്നുള്ളത് തെറ്റിദ്ധാരണ മാത്രമാണ്. നമുക്കൊരു നല്ല മാർക്ക് നീറ്റ് എക്സാമിനേഷന് കിട്ടിക്കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിലാവട്ടെ നമ്മുടെ എയിംസ് പോലുള്ള ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പഠിക്കാൻ ഫീസേ വേണ്ട എന്നുള്ളതാണ്. വെറും 6000 രൂപയോ 5 വർഷത്തെ രൂപ കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ചെലവും കഴിയും. അവിടെ ഞാൻ എപ്പോഴും ആ സൈറ്റിൽ നോക്കി കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, ഒരു മാസത്തെ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് 3 രൂപയാണ് ഹോസ്റ്റലിൽ താമസിക്കാൻ. അത്രയും നമുക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സ്കോർ ചെയ്താൽ നമുക്കുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ നമുക്ക് സീറ്റ് ലഭിച്ചു കഴിഞ്ഞാലും വളരെ ഈസി ആയിട്ട് തന്നെ വലിയ ബാധ്യതകളൊന്നും ഇല്ലാതെ നമുക്ക് പോകാം. കാരണം ഇതെല്ലാം സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരമുണ്ട്. നമ്മൾ അതല്ലാതെ മറ്റു രീതിയിലുള്ള ഇപ്പം പ്രൈവറ്റ് ആയിട്ടൊക്കെ പോകുന്ന സമയങ്ങളിൽ ആണ് നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ബാധ്യതകൾ വരിക. അതുകൊണ്ട് നീറ്റാണ് സ്പെസിഫിക്കലി നോക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ധാരണയുടെ ആവശ്യമേ ഇല്ല. കാരണം നമുക്ക് പൈസയുടെ യാതൊരു ചെലവുകളും ഇല്ലാതെ തന്നെ സുഖമായിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാം. അതിനിപ്പോ നെക്സ്റ്റ് എക്സാമിനേഷനിലൂടെ സൈലത്തിന്റെ സ്കോളർഷിപ്പ് ആക്കുക, 11th 12th നമ്മുടെ കൂടെ പഠിക്കുക, അതിനുശേഷം ഏറ്റവും ബെസ്റ്റ് റാങ്ക് വാങ്ങുക, എയിംസ് ഡൽഹിയിൽ പോവുക, പൈസ ഇല്ലാതെ പഠിക്കുക, എല്ലാ എക്സ്പോഷേഴ്സ് ഉണ്ടാക്കുക. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ. കാലിബറും അതുപോലെ ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ എന്തായാലും അവരെ എത്തിച്ചേരേണ്ടടുത്ത് എത്തിച്ചേരുമെന്ന് തന്നെയാണ്. ഇപ്പൊ മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഇൻ ജനറൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം ഗവൺമെന്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇസ് ഹൈലി സബ്സിഡൈസ്ഡ്. നമ്മളവിടെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ താമസിച്ച് പഠിക്കാനായിട്ട് വരുന്ന ചെലവിന്റെ ചെറിയൊരു ഫ്രാക്ഷൻ മാത്രമാണ് ഇവര് ഫീസായിട്ട് കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാനവിടെ പഠിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, IIT-ൽ എനിക്ക് തോന്നുന്നത് അറൌണ്ട് 16,000 പെർ സെമസ്റ്റർ ആണ് ഫീസ്. പക്ഷെ നമുക്ക് സ്കോളർഷിപ്പ് ഉണ്ട്, അവസാനം ഒരു 3,000 റുപ്പീസ് എന്തോ ഫീസ് അടച്ചാൽ മതി ഒരു സെമസ്റ്ററിന്. ഫീസ് ഇപ്പൊ കൂടിയിട്ടുണ്ട്, എന്നാൽ പോലും സ്കോളർഷിപ്പുകൾ ഉണ്ടാവും. ഇനി IIT പോലത്തെ ഒരു സ്ഥലത്ത് കിട്ടുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ലോൺ തരുന്ന ബാങ്കുകൾ ഉണ്ടാവും. അപ്പൊ ദാറ്റ് ഇസ് ഓൾ ടേക്കൺ കെയർ. കിട്ടുക എന്നുള്ളത് വലിയ സംഭവമാണ്. നമ്മുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളുകൾ എന്തായാലും ഉണ്ടാവും. അതേപോലെ തന്നെ ഗവൺമെന്റ് തന്നെ സ്കീമുകൾ, പല സ്കോളർഷിപ്പ് സ്കീമുകൾ ഒക്കെ ഉണ്ടാവും. അതുപോലെ ISER, IASC, പിന്നെ ISI പോലത്തെ സ്ഥലത്ത് പഠിക്കുമ്പോൾ എല്ലാ മാസവും ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് കിട്ടുന്ന പരിപാടികളുണ്ട്. നീറ്റിന്റെ കേസിൽ അതുപോലെ AFMC-യിലാണെങ്കിൽ ഒരു ഫീസും കൊടുക്കണ്ട. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജസിലാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എല്ലാ സേവനങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് ആർമിയിൽ തന്നെ അത് വളരെ നേരത്തെ നമുക്ക് വേണമെങ്കിൽ റിട്ടയർ ചെയ്യാം, നാട്ടിലേക്ക് വന്ന് സെറ്റിൽ ആവാം. ഒരുപാട് ഓപ്ഷൻസ്, പിന്നെ രാജ്യത്തെ സേവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെ നമുക്ക് എല്ലാ മേഖലയിലും നീറ്റ് ആയാലും JEE ആയാലും പ്യുവർ സയൻസിലായി കഴിഞ്ഞാലും നമുക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള അവസരമുണ്ട്. സാറേ ഇത് പറഞ്ഞ സമയത്ത് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്, സാർ ഇതേപോലെ മറ്റേതൊരു സെഷനിലെ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന്റെ ക്യാമ്പസിനെ പറ്റി വിവരിക്കുന്ന ഒരു സാറേ വീഡിയോ, പണ്ടൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പറ്റുകയാണെങ്കിൽ ആ ക്യാമ്പസിന്റെ വീഡിയോ ഒന്നും കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ക്യാമ്പസിൽ പോവുകയും അവിടെ നടന്ന കാര്യങ്ങൾ, അവരുടെ ഓർമ്മകളൊക്കെ IIT, നമ്മുടെ മദ്രാസിലുള്ള IIT-ലെ എല്ലാ കാര്യങ്ങളും അത് വീഡിയോ ക്യാമറയുടെ ഒപ്പിക്കൊണ്ടാണ് സാറ് വന്നത്. അപ്പൊ ആ സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ മാൻകൂട്ടങ്ങൾ ഉണ്ടല്ലോ, അതായത് നമ്മൾ പഠിക്കുന്ന ക്യാമ്പസിന്റെ സൈഡിലൂടെ, നമ്മൾ നടന്നു പോകുന്ന സൈഡിലൂടെ ആര് വരുന്നുണ്ട്?
നമ്മുടെ കൂടെ മാൻകൂട്ടങ്ങൾ വരുന്ന ക്യാമ്പസ്, അത്രയും വലിയൊരു ക്യാമ്പസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ ചുറ്റുവട്ടം നമുക്ക് കാണാൻ പോലും പറ്റാത്തൊരു ക്യാമ്പസ് ആണ്. അപ്പൊ അത്രയും നമുക്ക് പോസിറ്റീവ് വൈബ് തരുന്ന എല്ലാം കിട്ടുന്ന ഒരു ക്യാമ്പസിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരത്തിന് കുറച്ച് കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാട് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഓരോ ടിപ്പുകളും പറഞ്ഞു തരുന്നത്. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സീരിയസ് ആയിട്ട് തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകട്ടോ. അതുപോലെ NS മാം പഠിച്ച ക്യാമ്പസിൽ പ്രൈവറ്റ് ബീച്ച് ഉണ്ട്. പ്രൈവറ്റ് ബീച്ച് ആക്സസ് ഉള്ള ക്യാമ്പസ്. ഇത് എല്ലാ ക്യാമ്പസുകളും IIT മദ്രാസ് അല്ല, ഇന്ത്യയിലുള്ള ഈ പറഞ്ഞ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം അടിപൊളി ക്യാമ്പസുകളാണ് ഉണ്ടാവുക. വലിയ ഹ്യൂജ് ക്യാമ്പസ്. മദ്രാസിന്റെ കാര്യം പറഞ്ഞാല് അവിടുത്തെ ആ ഒരു ചെന്നൈ സിറ്റിയുടെ നടുവിലാണ് ഈ കാട് പോലത്തെ ഒരു ക്യാമ്പസ് അവർ പണി വെച്ചത്. അത്രയും ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. അത് ശരിയാണ്. നമ്മളിപ്പോ കോഴിക്കോട് തന്നെ പോയാൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പം ഇവിടെയൊക്കെ പലതരത്തിലുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും. ഇത് കൂടാതെ തന്നെ ഇന്നത്തെ കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യുക, പഠിക്കുന്ന സമയത്ത് തന്നെ പലയിടത്ത് യാത്ര ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ക്യാമ്പസിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ, പല ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ പറ്റും, പലതരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു ക്യാമ്പസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, കുറച്ച് കുട്ടികൾ എന്നോട് നേരിട്ട് ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ്. 3 കണ്ടീഷൻസ് ആണ്. ഒരു കുട്ടി പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് പഠിക്കാൻ ഇഷ്ടം, എനിക്ക് ഏതൊക്കെ ഫീൽഡിലേക്ക് പോകാം, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാം എന്നുള്ളതാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എനിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് ഇഷ്ടം, പക്ഷേ MBBS അല്ലാതെ വേറെന്തൊക്കെ ഫീൽഡുകളുണ്ട്. വേറൊരു കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ വരയ്ക്കാനും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് സ്കിൽസ് ഉണ്ട്, അതുവഴി ഞാൻ എന്തെങ്കിലും കോഴ്സ് ചെയ്യാൻ പറ്റുമോ, നല്ല പെയ്ഡ് സാലറി ലഭിക്കുന്ന ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ. ഈ 3 കണ്ടീഷനുള്ള കുട്ടികൾ കുറേ ഉണ്ട് നമ്മുടെ ജനറൽ ആയിട്ടുള്ള കാറ്റഗറിയിൽ. ഈ 3 കണ്ടീഷനിലേക്ക് പോകുമ്പോൾ സാറ് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഏതൊക്കെ ഫീൽഡാണ്? അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പ്രൈമറി ഓപ്ഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാന്നുള്ളതാണ്. കാരണം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ടെക്നോളജീൻ്റെ മേഖല. അപ്പോൾ ആ ടെക്നോളജീൻ്റെ ഒരു ബൂം വരുന്നതിനനുസരിച്ച് പുതിയ ഇത് വരുന്നതിനനുസരിച്ച് അതിന് ഓപ്പർച്യൂണിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു കോളേജിൽ പോയിട്ട് കാര്യമില്ല, നല്ല കോളേജിൽ തന്നെ പോകണം. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ IITകളും NITകളും ഒക്കെ വരുന്നത്. ഇനി IITകളും NITയിലൊക്കെ പോകുമ്പോഴും പല ആളുകളും വിചാരിക്കും എനിക്ക് ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പോകണോ, കമ്പ്യൂട്ടർ സയൻസ് പോകണോ, മെക്കാനിക്കൽ പോകണോ. അത് ഞാനിപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ അതിനൊന്നും ഇപ്പോൾ ഒരുപാട് പ്രസക്തി ഇല്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മൾ നല്ലൊരു ക്യാമ്പസിൽ എത്താന്നുള്ളതാണ്. ഈ AI എവിടെ പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ IITയിൽ പോയിട്ടുള്ള ഇപ്പൊ ഞാൻ പഠിച്ച് പാസ് ഔട്ട് ആയിട്ട് ഒരു 15 കൊല്ലത്തോളം ആയല്ലോ. എൻ്റെ കൂടെ പല ബ്രാഞ്ചുകളിൽ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകളൊന്നും ഇപ്പോഴും എഞ്ചിനീയറിംഗ് അല്ല ചെയ്യണം. അവരൊക്കെ അവരുടേതായുള്ള പാഷൻ എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്ത് അതിൽ വർക്ക് ചെയ്യാം. അതിലിപ്പോൾ ഒരാള് എൻ്റെ കൂടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാള്, അയാളുടെ പാഷൻ എന്ന് പറഞ്ഞാൽ ഫിലിം മേക്കിംഗ് ആയിരുന്നു. ഇപ്പം അയാള് പൂനെ ഫിലിം ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫിലിം പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്. അതുപോലെ മാത്തമാറ്റിക്സ് പ്രൊഫസറായ ആളുണ്ട്, ഓണ്ടർപ്രണേഴ്സ് ആയ ആളുകളുണ്ട്. അതുപോലെ പുറത്ത് പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് MBA അങ്ങനെ പോയവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ വലിയ വലിയ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ചേതൻ ഭഗത്, രഘുറാം രാജൻ, സുന്ദർ പിച്ചെ പഠിച്ച മെറ്റലർജിയാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാമ്പസിൽ എത്തിയുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രൂ പാഷൻ എന്താണെന്നുള്ളത്, ഇപ്പം മേ ബി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇപ്പോഴും ഒരു ആംബിഗ്വിറ്റി ഉണ്ടാവും, ആക്ച്വൽ പാഷൻ എന്താണെന്നുള്ളത് പറയാം. ഇപ്പം ട്രൂ പാഷൻ എന്താണെന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാനുള്ള എക്സ്പോഷറും ഓപ്പർച്യൂണിറ്റിയും നെറ്റ്വർക്കിംഗ് ഫെസിലിറ്റിയും ഒക്കെ ആ ക്യാമ്പസ് നമുക്ക് തരും. അപ്പൊ നമ്മൾ ഇതിന് പിന്നാലെ തേടി നടക്കേണ്ടതായിട്ട് വരും. അതെ. ഇപ്പൊ എന്റെ പേഴ്സണൽ സംഭവം എടുത്താലും ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ മാത്സ് പ്രോബ്ലം ചെയ്യാനുള്ളതാണ്. അപ്പോൾ മാത്സ് പ്രോബ്ലം ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്സ് ഇഷ്ടമുണ്ട് നാച്ചുറലി IIT കിട്ടി. പിന്നെ IIT കിട്ടി കഴിഞ്ഞിട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി, ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് മാത്സിലേക്ക് തന്നെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് കിട്ടിയ കോൺഫിഡൻസാണ്. IIT പോയതുകൊണ്ടാണ്. അപ്പോൾ അല്ലാണ്ട് ഞാൻ സാധാരണ ഒരു മാത്സ് എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതിലേക്ക് വരാനുള്ള അത്രയും ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ കിട്ടുമായിരുന്നില്ല. അല്ലെങ്കിൽ ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് ഇതിലേക്ക് വരാനുള്ള ഒരു കോൺഫിഡൻസ് അവിടെ നിന്ന് കിട്ടിയ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നത് വെച്ചാൽ ക്യാമ്പസുകൾ ഫോക്കസ് ചെയ്യാം, ടോപ്പ് ക്യാമ്പസിലേക്ക് പോവാം. ടോപ്പ് ക്യാമ്പസിലേക്ക് പോകുമ്പോൾ ഒരുപാടുണ്ട്, IITകളുണ്ട്, NITകളുണ്ട്, അതുപോലെ തന്നെ ഐസറുകൾ, ISI, ഇവിടെ ക്യാമ്പസുകളിലൊക്കെ കോഴ്സുകളുണ്ട്. അപ്പോൾ ഒരു സ്പെസിഫിക് കോഴ്സിലേക്ക് നമുക്ക് ഇപ്പം തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നില്ല.
പിന്നീട് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. എവിടെ പഠിക്കുന്നു എന്നുള്ളത് വളരെ എവിടെ പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഭയങ്കര അരവിന്ദ് സാർ പറഞ്ഞൊരു പോയിന്റ് അല്ലേ, അതെ. അതായത് ഒരു കുട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചുറ്റുള്ള 5 ആളുകളുടെ ആവറേജ് ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ നല്ല നല്ല ക്യാമ്പസുകളിൽ പോകുന്ന സമയത്ത് അവിടെ സ്കിൽഫുൾ ആയിട്ടുള്ള കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ. അപ്പൊ അവരുടെ ഒരു ആവറേജ് നമ്മൾ എന്തായാലും പുറത്തെത്തുമ്പോൾ ഉണ്ടാവുള്ളൂ. പുറത്തെത്തുമ്പോൾ എന്നാൽ ഒരു സാധാരണ കോളേജിൽ പോവുകയാണെങ്കിൽ ചിലപ്പം അത്ര സ്കിൽഫുൾ ആയിട്ടുള്ള അല്ലാത്ത ആൾക്കാരുടെ ഇടയിലാണ്. ഇപ്പൊ നമ്മൾ IIT പരീക്ഷ എഴുതി, IIT നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിനാണ് അഡ്മിഷൻ കിട്ടിയത്. സിവിൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് നമുക്ക് അറിയണ്ടാവില്ല. ഇപ്പൊ എനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ലേ ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷെ അവിടെ എത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ +1 +2 പഠിച്ച് ഫിസിക്സ് കെമിസ്ട്രി മാത്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ് അത്. അപ്പൊ നമുക്കത് നാച്ചുറലി നമുക്ക് ഇഷ്ടപ്പെടുകയും പിന്നീട് നമ്മൾക്ക് വേറെയുള്ള ഓപ്പർച്യൂണിറ്റി ചുറ്റുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറെ ഏരിയയിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ വേണമെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആവാം, അല്ലെങ്കിൽ ആൾക്ക് അതിൽ പ്രൊഫസർ ആവാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ റിസർച്ചർ ആവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതിനൊക്കെയുള്ള ആ കോൺഫിഡൻസ് കിട്ടാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതാണ് എൻ്റെ ഒരു പോയിന്റ്. ഓക്കെ, ഇനി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണ്. MBBS അല്ലാതെ വേറെ എന്തൊക്കെ ഓപ്ഷൻസുകൾ ഉണ്ടാവും? അതിലേറ്റവും പോപ്പുലർ ആയിട്ട് നമുക്ക് വരുന്നത് MBBS തന്നെയാണ്. അത് കഴിഞ്ഞല്ലാതെ കുട്ടികൾക്ക് BSc നഴ്സിംഗിനോട് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും. പാരാമെഡിക്കൽ കോഴ്സസ് ഒരുപാടുണ്ട്. ഇപ്പം ഒരുപാട് തെറാപ്പി കോഴ്സുകൾ, സ്പീച്ച് തെറാപ്പി, ഹിയറിംഗ് തെറാപ്പി, വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ്സ് വന്നിരിക്കുന്ന നല്ല സാധ്യതകളുള്ള ഏരിയാസ് ആണ്. അപ്പം എപ്പോഴും MBBS മാത്രമാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോയിലൂടെ നമുക്ക് നേടാം എന്നുള്ളത് വിചാരിക്കേണ്ടതില്ല. ഇത് കൂടാതെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. IIScയിലും ഐസറിലും ഒക്കെ ചേർന്ന് റിസർച്ച് ചെയ്ത് ഒരു മൈക്രോബയോളജിസ്റ്റ് ആയിട്ട് മാറുക. അഗ്രികൾച്ചറൽ ഫീൽഡിലേക്ക് നമ്മൾ എപ്പോഴും വില കുറച്ച് കാണാറുള്ള ഒരു ഫീൽഡാണ് അഗ്രികൾച്ചർ. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ബൂമിംഗ് ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നത് അഗ്രികൾച്ചർ ആണ്. കാരണം അഗ്രികൾച്ചറിലെ റെവല്യൂഷന് മാത്രമേ ലോകത്തെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അത് ഏറ്റവും കൂടുതൽ ഹൈപ്പായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. ഈ അഗ്രികൾച്ചറിലേക്ക് പോകണമെങ്കിൽ നമ്മൾ CUET, ഐക്കർ എക്സാമുകളാണ് എഴുതേണ്ടത്. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് അപ്രോച്ചുകളാണ്. ഓരോന്നിനും അതിൻ്റെതായ സെലക്ഷൻ ക്രൈറ്റീരിയയും എൻട്രൻസ് പരീക്ഷകളും ഉണ്ടാവും. പിന്നെ ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ മെജോറിറ്റിയിലും നമുക്ക് നീറ്റിന്റെ സ്കോർ നോക്കുന്ന പല ക്യാമ്പസുകളും ഉണ്ട് എന്നുള്ളതാണ് മറ്റു കോഴ്സിലേക്ക് വരുമ്പോൾ. ഈ റിസർച്ചിനെ പറ്റി പറയുമ്പോൾ 2 കാര്യങ്ങൾ എൻ്റെ മൈൻഡിലേക്ക് വരാണ്. ഞങ്ങളുടെ നാട് കൊടുവള്ളിയാണ്. ആ നാടിനടുത്ത് ഹംസ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പൊ അദ്ദേഹം ആമസോൺ നദികൾ നമുക്കറിയില്ലേ, അതിന്റെ അടിയിലൂടെ ഒരു അണ്ടർകവർ ആയിട്ട് ഒരു നദി ഒഴുകുന്നുണ്ട് കണ്ടുപിടിച്ചു. ആ നദിയുടെ പേര് ഇപ്പൊ ഹംസ എന്നാണ്. അതായത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേരാണ് എന്ത് കൊടുത്തത്, ആ നദിക്ക് കൊടുത്തത്. അപ്പൊ അങ്ങനെ റിസർച്ചിന്റെ ഒരു പവർ അതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നമ്മൾ പറയുന്നത് നല്ല നല്ല ക്യാമ്പസുകളിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഞാനിപ്പോ റീസെന്റ് ആയിട്ട് കണ്ടൊരു വീഡിയോ ആണ്, നമ്മുടെ നെസ്റ്റിന്റെ ചാനൽ ഇപ്പോഴും ഉണ്ടാവും. നമ്മുടെ സ്കൂളുകളില്ലേ, നമ്മുടെ സൈലം ISP സ്കൂളുകളിൽ അവിടെ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ് ഒരു ബോട്ടണിയിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ ഇല എന്താണ് എന്ന് ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം കാണുന്നതിന് പകരം ആ ടീച്ചർ ആ കുട്ടികളെയും കൊണ്ട് അതിന്റെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ട് ആ ഇല തൊട്ട് കാണിക്കുകയാണ്, ഇതാണ് നമ്മൾ ഈ കാണിക്കുന്ന സാധനം. എന്നിട്ട് അതിനെ കാര്യങ്ങൾ ചെയ്തിട്ട് അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ISP സ്കൂളുകളിൽ കൂടി കൂടുതൽ അതിനോട് മനസ്സിലാക്കി പഠിക്കുന്നതിലാണ് അതിന് ഇമ്പോർട്ടൻസ് ഈ ഇരിക്കുന്നത്. റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകുന്നതിന്റെ സാധ്യതകൾ ഭയങ്കര വലുതാണ്. കാരണം നമ്മുടെ ഓവറോൾ മെഡിസിൻ ഇൻഡസ്ട്രി തന്നെ റിലേ ചെയ്യുന്ന ഡ്രഗ്സ് ആൻഡ് പ്രിപ്പറേഷൻസ്, അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് സാധ്യതകളുള്ള ഒരു ഏരിയാസ് ആണ്. അതുകൊണ്ട് എപ്പോഴും ഏതെങ്കിലും 1 or 2 സാധ്യതകൾ മാത്രമാണ് ആരും വിചാരിക്കേണ്ട. നേരത്തെ തുടക്കത്തിൽ സാറ് പറഞ്ഞ പോലെ ഇനോമസ് ആൻഡ് വാസ്റ്റ് ഏരിയ ആണ് സയൻസ് ആഗ്രഹിക്കുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത് എന്നുള്ളൊരു റിയാലിറ്റിയാണ്. ഇനി സ്കിൽസ് പ്രത്യേകം ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൽസ് ഉള്ളവരുണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ആർക്കിടെക്ചർ ഫീൽഡിലേക്കൊക്കെ പോകാനായിട്ട് അതിന് എക്സാം ഏതാണെന്ന് പല കുട്ടികൾക്കും അറിയത്തില്ല. ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഒന്ന് മാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇപ്പൊ ആർക്കിടെക്ചർ, ഈ ഡിസൈനിങ്ങിലും വരക്കാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള കുട്ടികൾ ഉറപ്പായിട്ടും ആർക്കിടെക്ചറിങ് ഫീൽഡിലേക്ക് തന്നെ പോവുക. കാരണം പാഷൻ ആണ് അൾട്ടിമേറ്റ്ലി നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട കാര്യം. അതിലേക്ക് വരുമ്പോഴും നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഇപ്പം IITയിൽ തന്നെ പഠിക്കണം, അതിൽ തന്നെ ചെയ്യണം എന്നാണ് ആഗ്രഹമെങ്കിൽ JEE മെയിനും അഡ്വാൻസ് എഴുതി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ IITയിലേക്ക് നമുക്ക് അഡ്മിഷൻ എഴുതാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ കീം എഴുതി നാറ്റ എക്സാമിനേഷനിൽ സ്കോർ ഉണ്ടെങ്കിൽ അതിന്റെ 50-50 മാർക്സ് പരിഗണിച്ച് കേരളത്തിലെ മികച്ച ആർക്കിടെക്ചർ കോഴ്സുകൾ, മികച്ച എഞ്ചിനീയറിംഗ് കോളേജസിലേക്ക് അഡ്മിഷൻ എടുക്കാം. അതല്ലാതെ ഡിസൈനിങ്ങിലേക്ക് UCED എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ, UCED ആക്ച്വലി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഈ വർഷത്തെ UCED എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി IITകളിൽ ഡിസൈനിങ് കോഴ്സിന് പോവാം. അതല്ലെങ്കിൽ DAT എന്ന് പറയുന്ന ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ് NIDകളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് അങ്ങനെയുള്ള എൻട്രൻസ് ഉണ്ട്. അപ്പോൾ വരയ്ക്കാൻ താല്പര്യമുള്ളവർ ഒരൊറ്റ എൻട്രൻസ് എക്സാമിനേഷൻ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ഒരുപാട് എക്സാമുകൾ ഉണ്ട്. ഇതിലിപ്പം മെജോറിറ്റി ഇപ്പൊ IITയിലൊക്കെ നമ്മൾ എടുത്താലും അതിലൊന്ന് മാത്സ് ആണ് എന്നുള്ളതിന്റെ ഒരു റിയാലിറ്റി ഉണ്ട്. നമുക്ക് സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കുറച്ചും കൂടി സാധ്യതകൾ എന്തായാലും സാധ്യതകളും അതിനുള്ള എക്സാംസും കൂടുതലാണ്.
പിന്നെ ഇത് കൂടാതെ നമുക്ക് മറ്റൊരു കോഴ്സ് പലപ്പോഴും ആരും പറഞ്ഞു കേൾക്കാത്തത് തന്നെ നമ്മുടെ JEE എക്സാമിനേഷൻ എഴുതുമ്പോഴുള്ള പേപ്പർ 2, നമ്മുടെ ബി പ്ലാനിങ് ഉള്ള പേപ്പർ 2 ആണ്. ആ പേപ്പർ 2-ല് നമുക്ക് ക്വാളിഫൈ ചെയ്ത് നല്ല മാർക്ക് കിട്ടി കഴിഞ്ഞാൽ സ്കൂൾ ഓഫ് പ്ലാനിങ് SPA എന്ന് പറയുന്ന സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ കോളേജുകളിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇപ്പൊ ഈ ബി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ നോർമലി ഒരു സിറ്റി പ്ലാൻ ചെയ്യുന്നത് യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാനിങ് ഇല്ലാതെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്ന സമയത്താണ് ഈ പറയുന്ന നമ്മുടെ സുസ്ഥിരമായ വികസനങ്ങൾ അല്ലെങ്കിൽ എൻവയോൺമെന്റിന് ത്രെറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, മനുഷ്യൻ എക്കാലത്തും ഈ ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതിന് ഏറ്റവും പരമപ്രധാനമായ കാരണമാണ്. അതിൽ ബി പ്ലാനേഴ്സിന്റെ റോൾ ഇനി അങ്ങോട്ട് വളരെ വലുതായിരിക്കും. ഒരു നഗരത്തിന്റെ ആസൂത്രണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഭാവിയിൽ ബി പ്ലാനേഴ്സ് ചെയ്യാം. എങ്ങനെയാണ് ഒരു സിറ്റി കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ ചെയ്യണം, അതിന്റെ വാട്ടർ ഫെസിലിറ്റീസ് എങ്ങനെ ചെയ്യണം, എൻവയോൺമെന്റ് ഫെസിലിറ്റീസ് എങ്ങനെയാവണം എന്നിങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇനി മൊത്തത്തിൽ ബി പ്ലാനേഴ്സിന്റെ കയ്യിലേക്കാണ്. അതും നമ്മൾ ഇപ്പോഴേ അതിലേക്കുള്ള എക്സ്പോഷേഴ്സ്, ആ കോഴ്സുകൾ പലർക്കും അറിയില്ല. അതും നമ്മുടെ ഏറ്റവും മികച്ച പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതിന്റെ ഒരു യാഥാർത്ഥ്യം കൂടി എല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ ഡിസൈൻ ക്രിയേറ്റീവ് സ്കില്ലുള്ള ആളുകൾക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, നിഫ്റ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതും ഇതിൽ ഒരുപാട് വെറൈറ്റി ഓഫ് സ്പെഷ്യലൈസേഷൻ അവിടെ ഉണ്ട്. ഇപ്പൊ നിഫ്റ്റ് ഇതേപോലെ തന്നെ ഡിസൈന് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ വരയ്ക്കാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് ഇതേപോലെ തന്നെ ഒരു എക്സാമും പിന്നെ ഒരു സിറ്റുവേഷൻ ടെസ്റ്റ് ഒക്കെ വഴി നിഫ്റ്റിലും കയറാം. പക്ഷെ പറഞ്ഞു വരുന്നതിന്റെ സമ്മറി ഒക്കെ എന്ന് സെയിം, അതായത് ഇന്ത്യയില് എന്തും പഠിക്കാൻ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ അവിടെ എത്തുക എന്നുള്ളതാണ് ഇതിൽ മെയിൻ സംഭവം. ആൻഡ് അതിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ എൻട്രൻസ് എക്സാം ഉണ്ട്, എല്ലാത്തിനും എൻട്രൻസ് എക്സാം ഉണ്ട് എന്നുള്ളതാണ്. അതിനൊക്കെ പഠിച്ചു തുടങ്ങേണ്ട സമയം എന്ന് പറയുന്നതും നിലവിൽ ഇപ്പൊ നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ശരിക്കും പറഞ്ഞാൽ വൈകിപ്പോയി എന്ന് തന്നെ പറയാം അല്ലെ. കാരണം നമ്മുടെ മലയാളികളാണ് ഇതിൽ ഏറ്റവും പിന്നോട്ട്, ഇത് തുടങ്ങാനും ഇതിനെപ്പറ്റി അറിയണം. ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന കുട്ടികളോ പാരന്റ്സിലോ ഒക്കെ പലർക്കും ഇതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ട്, ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് എൻട്രൻസ് എക്സാം എന്ന് പറയാൻ ആകെ നീറ്റ് ഉണ്ടെന്ന് അറിയാം. അത് ഇപ്പൊ നേരത്തെ പറയല്ലോ എഞ്ചിനീയർ ഡോക്ടർ ആവുക എന്നുള്ള ആകെ ഒരു ഓപ്ഷൻ അറിയത്തുള്ളൂ. അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ നമ്മൾ പോയിട്ടുമില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ തന്നെ സൈലം ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടി തന്നെ അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഡിഫറെന്റ് സെന്റേഴ്സ് ഒരുക്കി തന്നെ നമ്മൾ നെക്സ്റ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു നെക്സ്റ്റ് എക്സാം എഴുതുന്നതിലൂടെ അവർക്കൊരു പാറ്റേൺ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് എക്സാം വരുന്നത്, നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെയാണ്, ഏത് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം ഈ ഒരു നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് ശരിക്കും ഇവർക്കൊരു ബിഗിനിങ് തന്നെയാണ് അല്ലേ മാം? സാർ എന്താണ് പറയുന്നത്? ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ എന്നെ ട്യൂഷൻ എടുക്കാൻ വരുമായിരുന്നു. അപ്പോൾ ഞാൻ ആളടുത്ത് ചോദിച്ചു, എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ എവിടെ പഠിക്കണമെന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ അടുത്ത്, ഇക്ബാല നിനക്ക് മാത്സ് ആണെങ്കിൽ ഇഷ്ടമെങ്കിൽ നീ പോകേണ്ടത് IIT-ലാണ്. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് IIT-നെ കുറിച്ച് കേൾക്കുന്നത്, ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരാൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നതുകൊണ്ടാണ് എൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് വന്നത്. അപ്പോൾ IIT പ്രിപ്പറേഷൻ തുടങ്ങിയെന്നല്ല, പക്ഷെ IIT എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്നും അതിനെക്കുറിച്ച് സ്വപ്നം കാണാനെങ്കിലും തുടങ്ങിയല്ലോ, ആ ഒരു സംഭവം ടേണിംഗ് പോയിന്റ്. അപ്പൊ അതേപോലെ ഈ നെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ കുട്ടികളുടെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും അവരുടെ ലൈഫിൽ എന്നാണ് എനിക്ക് പറയാൻ. ഈ ഒരു വീഡിയോ കൊണ്ടുള്ള മെയിൻ ഉദ്ദേശം സാറ് പറഞ്ഞതുപോലെ ഒരു കുട്ടി അത് IIT-ൽ എത്തുകയാണെങ്കിൽ, ഈ വീഡിയോ കണ്ടിട്ട് എത്തുകയാണെങ്കിൽ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. ഇത്രയും തിരക്കുള്ള ക്ലാസ്സുകൾക്കിടയിൽ ഇവരെ നമ്മൾ ഇവിടുത്തെ കൊണ്ടുവന്നതും നിങ്ങളെപ്പോലെ ഈ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ അവര് IIT-കൾ എത്തി കിട്ടിയാൽ അത് അത്രയും വലിയ സക്സസ് ആണെന്നുള്ളതാണ് തീർച്ചയായിട്ടും. അപ്പം ഇപ്പം മാമും സാറും ഒക്കെ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഷാഹിദ് സാർ, നമ്മളൊക്കെ വിചാരിക്കുന്ന പലതരത്തിലുള്ള പല ഡ്രീം ഉണ്ടാകും. പക്ഷെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മൾ എന്ന് സ്ഥിരം കാണുന്ന കുട്ടികളാണ്. ഇവർക്കൊക്കെ പല കാര്യങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ കുറെ കുട്ടികൾക്ക് എവിടെ എത്തണം, എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല, എന്ത് പഠിക്കണം എന്നറിയില്ല. ആകെ ഇപ്പൊ അവരുടെ മനസ്സിലുള്ളത് ചിലപ്പം 10th ബോർഡ് എക്സാം ഒന്ന് കഴിയട്ടെ എന്നുള്ളത് മാത്രമായിരിക്കും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ സാറും മാമും ഒക്കെ ആദ്യം ചിന്തിച്ചിട്ടില്ല ഞാൻ NIT-ൽ എത്തും IIT-ൽ എത്തും ഒന്നും അവർ ആദ്യം വിചാരിച്ചിട്ടല്ല. അവർക്ക് ഇതുപോലത്തെ പല ടേണിംഗ് പോയിന്റിൽ നിന്നാണ് അവരവരുടെ ഡ്രീം മനസ്സിലാക്കുന്നതും ഇവിടേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ലൈഫിൽ പലതരത്തിലുള്ള ടേണിംഗ് പോയിന്റ് ഉണ്ട്, എത്തിച്ചേരാനുള്ള വഴികൾ നമ്മൾ ഇങ്ങോട്ട് തേടി വരുന്നുണ്ട്. അപ്പൊ അതിലൊരു ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ സൈലം നടത്തുന്ന നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പം ഇതുവരെ ഇത് രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇവർ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസും എക്സാംസുകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ നിങ്ങൾ തന്നെ ഒന്നും കൂടി, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, നമ്മുടെ തന്നെ ചാനലിൽ ഇതിനെ പറ്റിയുള്ള യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ തന്നെ പലതരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. അതൊക്കെ മനസ്സിലാക്കി തന്നെ എന്താണ് നിങ്ങളുടെ പാഷൻ എന്ന് കണ്ടെത്താനുള്ള വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് കാര്യം കൂടി ഓർമ്മയിൽ വന്നത് കൊണ്ട് അത് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പക്ഷേ നമുക്കറിയാം എൻട്രൻസ് എക്സാം കൂടുതലും ക്രാക്ക് ചെയ്യുന്നത് CBSE സിലബസ് പഠിച്ച വിദ്യാർത്ഥികളാണ് അല്ലേ. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നമുക്കറിയാം +1 +2 എന്തുകൊണ്ടാണ് CBSE കുട്ടികൾ ക്രാക്ക് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ
അവരുടെ ക്വസ്റ്റ്യൻ സിലബസ് രണ്ടുപേരും സെയിം ആണ്, പക്ഷെ അവരുടെ ക്വസ്റ്റ്യൻ എൻ്റെ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മുടെ സ്കൂളുകളിൽ എത്തിച്ചേരുന്ന ഒരു കുട്ടി ആദ്യം ബോർഡ് എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ഓരോ ടോപ്പിക്കും ബോർഡ് എക്സാമിനെ പറ്റി പഠിക്കും. അതിന് പുറമെ അതേ ടോപ്പിക്കിൽ നിന്ന് എൻട്രൻസ് ലെവലിൽ വരുന്ന ചോദ്യങ്ങൾ അതേ ക്ലാസ് റൂമിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചിട്ട് ആ ഒരു കുട്ടിയെ ഒരേ സമയത്ത് ബോർഡ് എക്സാമിനും എൻട്രൻസിനും വേണ്ടി തയ്യാറെടുപ്പിക്കുകയാണ് നമ്മുടെ ISP, അതായത് നമ്മുടെ ഇന്റഗ്രേറ്റഡ് പ്രീമിയം കോഴ്സിലൂടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന ഷഹൽ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട്. തൊട്ട് മുമ്പത്തെ വർഷം നമ്മുടെ JEE ടോപ്പറാണ്. സൈലത്തിന്റെ നിങ്ങൾക്കറിയാം എല്ലാ പോസ്റ്റുകളിലും മുൻനിരയിൽ നിന്ന മലപ്പുറത്തിൽ കീം എക്സാമിൽ ടോപ്പ് റാങ്ക് 1 ആയിട്ട് വന്ന നമ്മുടെ JEE എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്കിൽ ഏറ്റവും ടോപ്പിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിയാണ് നമ്മുടെ ഷഹൽ എന്ന് പറയുന്നത്. ആ വിദ്യാർത്ഥി 10ാം ക്ലാസ് വരെ സ്റ്റേറ്റ് സിലബസ് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. അതിനുശേഷം സൈലം സ്കൂളുകളിലേക്ക് വരികയും സൈലം സ്കൂളിൽ നിന്ന് കൃത്യമായിട്ടുള്ള കോച്ചിങ്ങോട് കൂടി ഏതൊക്കെ മൊമെന്റിലാണോ അവൻ ഡൗൺ ആവുന്നത് അത് കൃത്യമായിട്ട്, അവനെ പോലെ ഒരുപാട് കുട്ടികളുണ്ട്, ഞാൻ ഷഹലിന്റെ പേര് ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമാണ്. അവരിപ്പോൾ IIT സാറ് പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ IIT പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പൊ നിങ്ങളൊന്നും വിചാരിക്കേണ്ട, നിങ്ങളൊന്നും മോശക്കാരാണെന്നൊന്നും ഒരിക്കലും വിചാരിക്കേണ്ട. എല്ലാ കുട്ടികളും അടിപൊളിയായിട്ട് എത്താൻ പറ്റും. അത് കൃത്യമായിട്ട് എത്തിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ എത്തിയാൽ മതി എന്നുള്ളത് മാത്രമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായുള്ള എക്സാമുകളെ പറ്റി നമ്മൾ എല്ലാ ധാരണകളും നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇനി എന്തെങ്കിലും അത് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കഥ പറയാനുണ്ട്. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോഴിക്കോട് നിന്ന് റിമോട്ട്, ഞാൻ തൃശ്ശൂരാണെന്ന് പഠിപ്പിച്ചിരുന്നത്, റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു കുട്ടി വന്നു. സ്കൂളിലെ മാത്സ് ടീച്ചറാണ്, മാഷാണ് നമ്മുടെ അടുത്തേക്ക് വിട്ടിരുന്നത്. അപ്പോൾ അവന് മാത്സ് ഭയങ്കര പാഷനാണ്. അവന് വന്നപ്പോൾ തന്നെ ഒരു അടുക്ക് പുസ്തകം അവൻ തന്നെ ഡിറൈവ് ചെയ്ത കുറേ ഫോർമുലകളൊക്കെ ആയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അവനപ്പോൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടണമെന്ന് ഈ മാഷ് പറഞ്ഞ് അതിന് കോച്ചിങ്ങിന് വേണ്ടിയാണ് എൻ്റെ അടുത്ത് വിട്ടത്. അപ്പോൾ ഇവന് പിന്നീട് വന്നിട്ട് എന്ത് ചെയ്തു, ഒരു വർഷം നമ്മുടെ കൂടെ പഠിച്ചിട്ട് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ 3 ലെവൽ പരീക്ഷയാണ്. ഒബ്ജക്റ്റീവ് പരീക്ഷ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ ഉണ്ട്, പിന്നെ പ്രൊഫസേഴ്സിന് മുന്നിൽ ബോർഡിൽ ഇൻ്റർവ്യൂവിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യണം. ഇത് 3 ക്ലിയർ ചെയ്തിട്ട് അവൻ എന്ത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടി. അതും കേരളത്തിൽ 2-3 പേർക്കൊക്കെ കിട്ടുള്ളൂ ഒരു വർഷം. ഞാൻ ഇത് പറഞ്ഞ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ കുട്ടികൾക്ക് ആക്സസ് ഉണ്ടാവുക അവരെ പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ആയിരിക്കും. ആ ടീച്ചേഴ്സിനാണ് കറക്റ്റ് അവരെ സ്പോട്ട് ചെയ്യാനും. അപ്പോൾ ടീച്ചേഴ്സിനായാലും നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾ നല്ല കുട്ടികളുണ്ടെങ്കിൽ അവരെ സ്പോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മളെ അടുത്തേക്ക് എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മുടെ സൈലത്തിൽ തന്നെയാണെങ്കിലും നമ്മൾ ഫാൽക്കൺ ബാച്ചിലെ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന ഇതുപോലത്തെ ബേസിക് ആയിട്ടുള്ള കുട്ടികളെ മനസ്സിലാക്കാനും അവരെ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് കൊണ്ടുവരികയാണ്. ഓരോ അവരുടെ ഓരോരുത്തരുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അവരുടെ ഡ്രീം എന്താണ്, അവരുടെ സ്കിൽ എന്താണെന്നൊക്കെ മനസ്സിലാക്കി കൊണ്ടുവരുന്നതാണ്. അപ്പം ഇതൊക്കെ ഓരോ വഴിയാണ്, ഓരോ വഴിത്തിരിവുകളാണ്. അപ്പം നിങ്ങളുടെ ഡ്രീമും നിങ്ങളുടെ പാഷനും ഒക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ ഒരു വീഡിയോയിലൂടെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസും ഡൗട്ട്സ് ഒക്കെ ഇവർക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. ചിലർക്ക് പലതരത്തിൽ ഇപ്പം ഇതുവരെ ഒന്നും ചിന്തിക്കാത്തവർക്ക് ഒരു ഡ്രീം തുടങ്ങിയിട്ടുണ്ടാകും ഈ ഒരു വീഡിയോ കണ്ടതിലൂടെ. അപ്പം ഇത്രയും ചോദ്യങ്ങളിലൂടെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. നിങ്ങൾക്കുള്ള ആൻസേഴ്സ് നമ്മളെ വഴി അറിയിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ ഒരു നെക്സ്റ്റ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നവംബർ 2-ാം തീയതി വരാൻ പോകുന്ന നമ്മുടെ നെക്സ്റ്റ് എക്സാമിന് വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. ഇവർ രണ്ടുപേരും പറഞ്ഞ കുറേ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ തരത്തിലുള്ള സ്ട്രാറ്റജി ഒക്കെ മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുക. അല്ലെ ഷൈത് സർ? തീർച്ചയായിട്ടും നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം തോന്നുന്നു. എന്തെങ്കിലും പറയാണ്ടോ അവസാനമായിട്ട്? അവസാനമായിട്ട് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.